എന്തായാലും നിലവിൽ ഈ മധ്യപൂർവേഷ്യയിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യം കേരളത്തിലെ അടുക്കളകളെയും ഹോട്ടൽ മേഖലയെയും സാരമായി ബാധിച്ചിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. മിക്ക ഹോട്ടലുകളിലും ഒരാഴ്ചത്തേക്കുള്ള LPG സിലിണ്ടറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്രത്തോളം രൂക്ഷമാണ് കേരളത്തിലെ ഇന്ധന പ്രതിസന്ധി എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. റിസർച്ച് ഡെസ്കിൽ നിന്ന് ജെ ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അടുക്കള അണയുന്നു. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന LPGയുടെ 85 മുതൽ 90% ഇന്ധന വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. മധ്യപൂർവേഷ്യയിലെ യുദ്ധം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുനീക്കം തടസ്സപ്പെടുത്തിയതോടെ വലിയ പാചകവാതക ക്ഷാമത്തിലേക്കാണ് ഇന്ത്യയും കേരളവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 31.3 ദശലക്ഷം ടൺ LPGയാണ് ഇന്ത്യയുടെ പ്രതിവർഷ ശരാശരി ഉപഭോഗം. നമ്മുടെ ഉപഭോഗത്തിന്റെ 67% ഇറക്കുമതിയിലൂടെയാണ്. ഇതിൽ 90% മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. ബാക്കിയുള്ള 23% LPG വരുന്നത് കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും. പാചകവാതക പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഇത്രയും രൂക്ഷമാകാൻ കാരണം ഇതാണ്. പാചകവാതകത്തിന്റെ ഉപഭോഗം 87% വീടുകളിലാണ്. ബാക്കിയുള്ള 13% മാത്രമാണ് ഹോട്ടലുകളിൽ ഉപയോഗിക്കപ്പെടുന്നത്. അവശ്യ മേഖലയ്ക്ക് മാത്രം LPG വിതരണം ചെയ്താൽ മതിയെന്നാണ് എണ്ണ കമ്പനികൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയാണ് അവശ്യ മേഖലയിൽപ്പെടുന്നത്. LPG ബുക്കിംഗ് സമയപരിധി 21 നിന്ന് 25 ദിവസത്തേക്ക് സർക്കാർ ഉയർത്തിയിട്ടുമുണ്ട്. ഹോട്ടലുകൾ അവശ്യ മേഖലയായി കണക്കാക്കപ്പെടുന്നില്ലാത്തതിനാൽ ഹോട്ടലുകളിലേക്കുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുത്തിട്ടുള്ളത്. കേരളത്തിൽ ഏകദേശം 2 ലക്ഷം വാണിജ്യ സിലിണ്ടർ ഉപയോക്താക്കളാണ് ഉള്ളത്. കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ പല ഹോട്ടലുകളും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടി. കാരണം കൃത്യമായ മെനുവിൽ വർക്ക് ചെയ്യുന്ന ഹോട്ടലുകളാണ്. അത് വെട്ടിക്കുറയ്ക്കൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വൈദ്യുതിയിൽ ഉപയോഗിച്ച് പാചകം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതും വളരെ ചിലവേറിയ ഒരു സംഗതിയാണ്. പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത കടകൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനേ സാധിക്കും. ഇന്നലെ ഒരു 10ഓളം ഹോട്ടലുകൾ ഓൾറെഡി തുറന്നിട്ടില്ല. ഇന്ന് ലഭ്യമായ അറിവനുസരിച്ച് ഒരു 20-25ഓളം ഹോട്ടലുകൾ തുറക്കുന്നില്ല എന്നാണ് നമുക്ക് രാവിലെ അറിയാൻ സാധിച്ചത്. ദിവസേന 10 മുതൽ 25 വരെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾക്ക് ആവശ്യമായ സ്റ്റോക്ക് ലഭിക്കാത്തതാണ് ഇതിന് കാരണം. The gas was some 4-5 days it was 1,550, nowadays 3,200 rupees. So there is no supply, nothing. If you call for gas agency, they are no stock, so we cannot run the hotel. ഇങ്ങനെ സാഹചര്യം വന്നാൽ കൂട്ടേണ്ടി വരും. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നില്ല. ഗ്യാസുകാർ SP-കാരെ വിളിച്ചാലും അതുപോലെ തന്നെ ഭാരതിനെ വിളിച്ചാലും എടുക്കുന്നില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ല. ഹോട്ടലുകളുടെ മെനുവിൽ വരെ മാറ്റം വന്നു തുടങ്ങി. പാചകവാതക ഉപഭോഗം കൂടുതൽ ആവശ്യമുള്ള വിഭവങ്ങൾ ഒഴിവാക്കി പല ഹോട്ടലുകളും മെനു പരിമിതപ്പെടുത്തി കഴിഞ്ഞു. നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾ പലതും ബിരിയാണി പോലുള്ള ഒറ്റ വിഭവങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ചിലയിടങ്ങളിൽ വിറകടുപ്പുകളിലേക്ക് മാറാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ മെനു ഏതാണ്ട് കുറച്ചു തുടങ്ങി. വിറകടുപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു. മിക്കവാറും സെൻട്രൽ കിച്ചൺ കംപ്ലീറ്റ് വിറകടുപ്പിലേക്ക് മാറാനുള്ള ആലോചനയുണ്ട്. ഇത് തീരാൻ പ്രാർത്ഥിക്കുക. ലഭ്യമായ സിലിണ്ടറുകൾക്ക് അമിത വില നൽകേണ്ടി വരുന്നത് ഹോട്ടലുകളിലെ ഭക്ഷണവില വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ഗ്യാസ് കിട്ടാനുമില്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ വില വല്ലാത്തൊരവസ്ഥ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. മിനിമം 2,000-3,000 രൂപയുടെ വ്യത്യാസമാണ് ഗ്യാസിലൂടെ നമുക്കൊരു ദിവസം അമിതഭാരം വരുന്നത്. അതുകൊണ്ട് ഈ ഞങ്ങൾ പരമാവധി ഓർഡറുകളും കുറച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഗ്യാസ് തീരെ കിട്ടാനില്ല. ഇന്നത്തെ ഓർഡറൊക്കെ ഉണ്ട്, കൊടുക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. പായസം മാത്രമേ ഉള്ളൂ. അത് പിറകിലുണ്ടാക്കിയിരിക്കുക. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. കാറ്ററിംഗ് അടച്ചു കൂട്ടേണ്ടി വരുന്ന തോന്നുന്നത്. ഇന്നത്തെ ഓർഡർ ക്യാൻസലായാലും പണിക്കാരൊക്കെ വീട്ടിൽ പോയിരിക്കുക. ഗ്യാസ് വന്നിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ. LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ ഇൻഡക്ഷൻ കുക്കറുകളുടെയും ഇൻഡക്ഷൻ സ്റ്റൗവുകളിൽ വയ്ക്കാനാകുന്ന പാത്രങ്ങളുടെയും വിൽപ്പന കുതിച്ചുയരുകയാണ് എന്നാണ് റിപ്പോർട്ട്. സാധാരണഗതിയിൽ പ്രതിദിനം 35 മുതൽ 40 വരെ ഇൻഡക്ഷൻ കുക്കറുകൾ വിറ്റിരുന്ന സ്ഥാനത്ത് 150-നടുത്ത് സ്റ്റൗ ആണ് ഇപ്പോൾ വിറ്റഴിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിന് ഒരു ഡിലേ വരുന്നുണ്ടെന്ന് ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഇപ്പം ഇൻഡക്ഷൻ കുക്കറാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. കാരണം നമുക്കിപ്പം കൺവെൻഷനലായിട്ട് എല്ലാവരും LPG തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ അതിന് നേഷൻ വൈഡ് ഉള്ളൊരു ഷോർട്ടേജ് കാരണം എല്ലാ രീതിയിലും ഇപ്പം ഓട്ടോ, ടാക്സിയിലെല്ലാം LPG യൂസ് ചെയ്യുന്നവരൊക്കെ അവരുടെ കൺസേൺസ് ഉണ്ട്. ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഇതേ ഇഷ്യൂസ് ഉണ്ട്. ഇൻഡക്ഷൻ കുക്കർ നിർമ്മാണ കമ്പനിയുടെ ഓഹരി വിലയിലും 5 മുതൽ 13% വരെ വർധനയുണ്ടായി. പാചകവാതകത്തിന് വില കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വരുന്നത് ഇൻഡക്ഷൻ കുക്കർ എൻക്വയറി ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര്.
ഗാർഹിക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള കാലാവധി 25 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സിലിണ്ടർ തീരാറായ വീടുകളിൽ ആശങ്കയുണ്ടാക്കുന്നു. ക്ഷാമം മുതലെടുത്ത് സിലിണ്ടറുകൾ കരിഞ്ചന്തയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. റംസാൻ മാസമായതിനാൽ ഇഫ്താർ വിരുന്നുകൾക്കും മറ്റും കൂടുതൽ പാചകവാതകം ആവശ്യമുള്ളത് മുസ്ലിം കുടുംബങ്ങളെയും കേറ്ററിംഗ് സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിച്ചു വരികയാണ്. ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ എന്നിവയ്ക്ക് സിലിണ്ടർ വിതരണത്തിൽ മുൻഗണന നൽകാൻ തീരുമാനിച്ചതിനു പുറമെ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ എണ്ണക്കമ്പനി പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുകയും കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകൾ കേരളത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. വിവിധ ആശുപത്രികൾ, സ്കൂളുകൾ, നിരവധിയായിട്ടുള്ള ക്ഷേമ സ്ഥാപനങ്ങൾ, അതുപോലെ നിരവധി കുടുംബശ്രീ ഹോട്ടലുകൾ അടക്കമുള്ള ഹോട്ടൽ സംവിധാനങ്ങൾ, ഇതെല്ലാം മുൻഗണനയിൽ വരേണ്ടുന്ന സ്ഥാപനങ്ങളാണ്. ആ പരിഗണന നൽകണമെന്ന ആവശ്യം കാണിച്ചുകൊണ്ടുള്ള കത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചു. കളക്ടറുടെയും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിൽ സ്ക്വാഡുകൾ ഇറങ്ങാനും പൂഴ്ത്തിവയ്പ്പോ കരിഞ്ചന്തയോ ഈ അവസരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. പൈപ്പ് ലൈൻ ഗ്യാസ് സൗകര്യമുള്ളവരെ ഈ പ്രതിസന്ധി തൽക്കാലം ബാധിക്കില്ല. സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നത് തടയാൻ റവന്യൂ, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന നടക്കുന്നുണ്ട്. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ പാചകവാതക വിതരണം കൂടുതൽ ദുഷ്കരമാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.